നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. വി.ഡി. സതീശൻ അനുകൂല പ്രകടനം ഇരിങ്ങാലക്കുടയിലും. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടയിലാണ് ഇരിങ്ങാലക്കുടയിൽ വി.ഡി. സതീശന് അനുകൂലമായി കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തിയത്. ജനഹിതം അട്ടിമറിക്കരുത്, പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന ബാനർ ഉയർത്തിയായിരുന്നു പ്രകടനം. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ, പടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് E.I. സിദ്ധാർത്ഥൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജോമോൻ ജോസ്, ശരത് ദാസ്, ഷാൽബിൻ പെരേര, നിയോജക മണ്ഡലം ഭാരവാഹികളായ വിനു ആന്റണി, എബിൻ ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ T.D. ദശോബ്, ഹാജിറ റഷീദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. മുഖ്യമന്ത്രി പദത്തിൽ നിന്നും ഭക്തിയുടെ നിറവിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി ശ്രീ സംഗമേശന്റെ ആറാട്ട് നടന്നു. വെള്ളിയാഴ്ച രാവിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നും പരിവാര സമേതം ആറാട്ടിനെഴുന്നള്ളിയ സംഗമേശൻ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കൂടപ്പുഴ ആറാട്ടുകടവിൽ എത്തിയത്. കൂടപ്പുഴ ആറാട്ടുകടവിൽ ആയിരങ്ങളാണ് ഭഗവാനൊപ്പം ആറാട്ടിൽ പങ്കെടുത്തത്. ക്ഷേത്രം തന്ത്രി നഗരമണ്ണ് ഋഷികേശ് നമ്പൂതിരി, മേൽശാന്തി പുത്തില്ലത്ത് ആനന്ദൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി, നിഖിൽ മണക്കാട് എന്നിവർ പരികർമ്മികളായിരുന്നു. പള്ളിവേട്ട കഴിഞ്ഞ് വിശ്രമിച്ചിരുന്ന ഭഗവാനെ ബുധനാഴ്ച പുലർച്ചെ പള്ളിക്കുറുപ്പിൽ നിന്നും മംഗലവാദ്യത്തോടും ശംഖനാദത്തോടും കൂടി വിളിച്ചുണർത്തി പശുവിനെ കണി കാണിച്ചു. തുടർന്ന് പ്രഭാത കർമ്മങ്ങൾക്കു ശേഷം പുതിയ പട്ടുടയാടയും തിരുവാഭരണവും ചാർത്തി. ഭഗവാൻ കിടന്ന പട്ടുമെത്തയ്ക്ക് ചുറ്റും അലങ്കരിച്ചിരുന്ന മുളം പാളികളുടെ ശക്തിയെ കൂടി ഭഗവാനിലേക്ക് ആവാഹിച്ച് ഏതൃത്വ പൂജ നടത്തി. തിടമ്പിലേക്ക് ആവാഹിച്ച് മഞ്ഞൾപ്പൊടി ചാർത്തി ആറാട്ടുബലി നടത്തി. പാണികൊട്ടി പുറത്തേക്ക് എഴുന്നള്ളി തന്റെ പരിവാരങ്ങൾക്കൊപ്പം ഒരു പ്രദക്ഷിണം കൊണ്ട് ശ്രീഭൂതബലി നടത്തി. തുടർന്ന് വലിയ പാണികൊട്ടി ആനപ്പുറത്ത് കയറി മേളത്തോടെ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി പുറത്തേക്കിറങ്ങിയ ഭഗവാന് പോലീസ് ആചാരപ്രകാരമുള്ള റോയൽ സല്യൂട്ട് നൽകി.
ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി പള്ളിവേട്ട നടന്നു. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെ കൊടിമര ചുവട്ടിൽ പാണികൊട്ടി അനുവാദം വാങ്ങി കിഴക്കേ ഗോപുര കവാടം കടന്ന് പുറത്തിറങ്ങിയ ഭഗവാന് പോലീസ് ആചാരപ്രകാരമുള്ള റോയൽ സല്യൂട്ട് നൽകി. പള്ളിവേട്ട ആൽത്തറക്കിലെത്തി ബലി തൂകി പന്നിക്കോലത്തിൽ പാരമ്പര്യ അവകാശികളായ മുളയത്ത് വീട്ടിലെ കാരണവർ നാരായണൻകുട്ടി നായരുടെ ചുമതലയിൽ മകൻ സത്യൻ അമ്പെയ്ത് വീഴ്ത്തി. കൊറ്റേൽ തറവാട്ടിലെ പ്രതിനിധി രാമചന്ദ്രൻ പന്നിയുടെ രൂപം തലയിൽ വെച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. പള്ളിവേട്ടയ്ക്ക് ശേഷം 5 ആനകൾ അണിനിരന്ന തിരിച്ചെഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യത്തിന് തൃപ്രയാർ ചെറുശ്ശേരി ശ്രീകുമാർ നേതൃത്വം നൽകി. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിനിടയിൽ ക്ഷേത്രമുറ്റത്ത് വെച്ച് പരസ്യമായി മദ്യപിച്ച് ആചാരലംഘനം നടത്തുകയും ഭക്തരെ അപമാനിക്കുകയും ചെയ്ത സംഭവത്തിൽ 4 പ്രതികളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പടിയൂർ സ്വദേശികളായ തയ്യേരി വീട്ടിൽ 51 വയസ്സുള്ള പ്രതീഷ്, ശൂലംപറമ്പിൽ വീട്ടിൽ 38 വയസ്സുള്ള അനൂപ്, തയ്യേരി വീട്ടിൽ 40 വയസ്സുള്ള ലാലു മോഹൻ, തയ്യേരി വീട്ടിൽ 56 വയസ്സുള്ള അരുൺകുമാർ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ദിലീഷ് ടിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മെയ് 6-ന് രാത്രി 11 മണിയോടെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ വെച്ചായിരുന്നു സംഭവം. ഭക്തജനങ്ങൾക്കിടയിൽ വെച്ച് പരസ്യമായി മദ്യക്കുപ്പി കൈമാറി മദ്യപിച്ച പ്രതികൾ ഇത് ചോദ്യം ചെയ്ത പരാതിക്കാരിക്ക് നേരെ മദ്യക്കുപ്പി നീട്ടി സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തു. കലാപം ഉണ്ടാക്കുകയെന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കൽ, പൊതുസ്ഥലത്ത് മദ്യപിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ്
പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. പ്രതികൾ മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.